ഹലോ എവ്രിബഡി, എഡ്യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് NCERT സിലബസ് പ്രകാരമുള്ള ക്ലാസ് 10th സയൻസ് സബ്ജക്റ്റാണ്. ഓൾ ആർ വെൽക്കം ടു എഡ്യു ചാനൽ. സോ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ക്ലാസ് 10th എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ സിറ്റുവേഷൻസ്, ഡെയിലി ലൈഫിലുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ് പറഞ്ഞു തന്നിട്ടുള്ളത്. കൺസിഡർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഓഫ് ഡെയിലി ലൈഫ് ആൻഡ് തിങ്ക് വാട്ട് ഹാപ്പൻ when milk is left at room temperature during summer, an iron tawa or pan or nail is left exposed to humid atmosphere, grapes get fermented, food is cooked, food get digested in our body, we respire. ഈ സിറ്റുവേഷനിലെല്ലാം എന്താണ് സംഭവിക്കുവാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻ ഓൾ ദി അബവ് സിറ്റുവേഷൻ ദ നേച്ചർ ആൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദി ഇനീഷ്യൽ സബ്സ്റ്റൻസസ് ഹാവ് സംവാട്ട് ചേഞ്ച്ഡ് അല്ലേ. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ പാലൊഴിച്ചിട്ട് നമ്മളൊരു ചൂട് കാലത്ത് കുറേ സമയം വൈകുന്നേരം വരെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറേ കഴിയുമ്പോൾ അത് മോശമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു നനഞ്ഞ ഒരു അയൺ പാത്രം എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലെ കുറച്ചൊരു കറ പോലെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഗ്രേപ്സ് വൈനാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതുപോലെ ഫുഡ് കുക്ക് ചെയ്യുമ്പം അവിടെ നമ്മൾ കുക്ക് ചെയ്യാൻ എടുത്ത അതേ മെറ്റീരിയൽ ആയിരിക്കില്ല നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഫുഡ് നമ്മുടെ ബോഡിയിലെത്തി ഡൈജഷൻ നടന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതുപോലെ നമ്മൾ റെസ്പിറേഷൻ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ടൈമിൽ എന്താ സംഭവിക്കുന്നത്, നമ്മളിതൊക്കെ ബയോളജിയിലൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ. നമ്മൾ ആദ്യം കണ്ട പോലെ ആയിരിക്കില്ല പിന്നെ ആ പാർട്ടിക്കിൾ നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? whenever a chemical change occurs we can say that a chemical reaction has take place. അതായത് ഇവിടെയൊക്കെ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്, കെമിക്കൽ റിയാക്ഷനാണ്. കാരണം കെമിക്കൽ ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ നടക്കുമ്പോൾ അതൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് അല്ലേ, ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. ഫുഡ് ഡൈജഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ്. നമ്മൾ കഴിച്ച ഫുഡിനെ നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ള വേസ്റ്റിന് പുറത്തേക്ക് ഇടുന്നു. അപ്പോൾ അതെന്താ, അവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസിനെ നമുക്ക് എങ്ങനെ ഒക്കർ ചെയ്യുന്നു പറയാം, ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി കൺസിഡർ ചെയ്യാം. അതായത് ക്ലീൻ എ മെഗ്നീഷ്യം റിബൺ about 2 cm long by rubbing it with a sandpaper. ഒരു മെഗ്നീഷ്യം റിബൺ എടുത്തിട്ട് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് റബ്ബ് ചെയ്യാം. ഹോൾഡ് ഇറ്റ് വിത്ത് എ പെയർ ഓഫ് ടോൺസ്, ബേൺ ഇറ്റ് യൂസിങ് എ സ്പിരിറ്റ് ലാമ്പ് ഓർ ബർണർ ആൻഡ് കളക്ട് ദ ആഷ് ഷോ ഫോംഡ് ഇൻ എ വാച്ച് ഗ്ലാസ്. അപ്പം എന്ത് ചെയ്യണം, ഒരു മെഗ്നീഷ്യം റിബൺ എടുക്കുക, എന്നിട്ട് അത് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് റബ്ബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കത്തിക്കുക. ബേൺ ദ മെഗ്നീഷ്യം റിബൺ കീപ്പിംഗ് ഇറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ ഫ്രം യുവർ ഐസ്. കണ്ണിന് അടുത്ത് വെച്ചിട്ട് കത്തിക്കാൻ പാടില്ല, കാരണം മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു കെമിക്കലാണെന്നറിയാം. അപ്പം മെഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കത്തിക്കാം. അപ്പം എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പം ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ ഇൻ എയർ ആൻഡ് കളക്ഷൻ ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് ഇൻ എ വാച്ച് ഗ്ലാസ്. ഇതാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട്? അപ്പോൾ മെഗ്നീഷ്യം റിബൺ ബേൺസ് വിത്ത് ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിംസ് ആൻഡ് ചേഞ്ചസ് ഇൻ ടു എ വൈറ്റ് പൗഡർ. ദിസ് പൗഡർ ഈസ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദി റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ എയർ. അപ്പോൾ നമ്മൾ ഒരു മെഗ്നീഷ്യം റിബൺ റബ്ബ് ചെയ്തിട്ട് ബേൺ ചെയ്തു. അപ്പോൾ എന്താ റിസൾട്ട് എന്ന് പറഞ്ഞത്, എ വൈറ്റ് ഫ്ലെയിം ഈസ് ഫോംഡ്. അപ്പോൾ അത് ബേൺ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിമിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ഫ്ലെയിമാണ്. അപ്പോൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആഷസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ വി ഗെറ്റ് എ വൈറ്റ് പൗഡർ. ദിസ് പൗഡർ എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡാണ്. ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദി റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ ഇൻ ദ എയർ.
അപ്പോൾ ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ നമുക്ക് എന്തിൻ്റെ ഹെൽപ്പ് വേണം? ഓക്സിജൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ ഈ ഓക്സിജൻ്റെ പ്രസൻസ് എയറിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് മെഗ്നീഷ്യം ബേൺ ചെയ്തിട്ട് എന്ത് കിട്ടിയത്? മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടിയത്. അതായത് മെഗ്നീഷ്യവും അറ്റ്മോസ്ഫിയറിലെ എയറും റിയാക്ട് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന വൈറ്റ് പൗഡർ കിട്ടിയത്. ഇനി ഒരു സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ടേക്ക് ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ടു ദിസ്, വാട്ട് ഡു യു ഒബ്സേർവ്? അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കാം, അതിൻ്റെ അകത്ത് എന്ത് ആഡ് ചെയ്യണം? പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ ആൻഡ് potassium iodide solution mix together and combine to form a new substance which is a yellow solid compound. അപ്പോൾ നമ്മൾ നോക്കിയ എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു? ആക്ടിവിറ്റി എന്തായിരുന്നു? ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ്റെ അകത്തേക്ക് നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു സോളിഡ് പാർട്ടിക്കിളാണ്, യെല്ലോ കളേർഡ് സോളിഡ് പാർട്ടിക്കിളാണ് നമുക്കവിടെ കിട്ടുന്നത്. അതായത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കർ ചെയ്തു എന്നുള്ളത് മാത്രം. So in a third activity, take a few zinc granules in a conical flask or a test tube, add dilute hydrochloric acid or sulfuric acid to this. Do you observe anything happening around the zinc granule? Touch the conical flask or test tube. Is there any change in temperature? അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്താ? കുറച്ച് സിങ്ക് ഗ്രാനുവൽസ് എടുത്തിട്ട്, അതായത് സിങ്കിൻ്റെ പൊടി എടുക്കുക, എന്നിട്ട് ഒരു കോണിക്കൽ ഫ്ലാസ്കിലോ ടെസ്റ്റ് ട്യൂബിലോ ഇട്ട് വെക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ആഡ് ചെയ്യാം. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സിങ്ക് ഗ്രാനുവൽസിൻ്റെ അകത്ത് നമ്മൾ ആസിഡ് ആഡ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് we will be able to see bubbles around the zinc granules due to the hydrogen formed in the reaction. അതായത് നമ്മൾ ആസിഡ് ആഡ് ചെയ്തു. അപ്പോൾ ആസിഡ് ആഡ് ചെയ്തതുകൊണ്ട് സിങ്കിൻ്റെ ചുറ്റും നമുക്ക് എന്ത് കാണാൻ പറ്റും? ബബിൾസ് ഫോം ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണത്? ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ നമുക്ക് ബബിൾസ് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. ഈസ് ദർ എനി ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ ദി കോണിക്കൽ ഫ്ലാസ്ക് തൊട്ട് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ടച്ച് ദി കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ എന്താണ്? ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ദർ ഈസ് എ ടെമ്പറേച്ചർ ചേഞ്ച്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. From the above three activities, we can say that any of the following observations help us to determine whether a chemical reaction has taken place: change in state, change in color, evolution of a gas, change in temperature. അതായത് നമുക്കിപ്പോൾ 3 ആക്ടിവിറ്റി നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ? ആ 3 ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കിയത്? ഫസ്റ്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്ന ആക്ടിവിറ്റി. സെക്കൻഡ് എന്ന് പറയുന്നത് ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയോഡൈഡും റിയാക്ട് ചെയ്യുന്ന ആക്ടിവിറ്റി. തേർഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് നമ്മൾ സിങ്ക് ക്രിസ്റ്റൽസിൻ്റെ അതിലേക്ക് ഒഴിക്കുന്ന എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇത് 3 കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടു മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താ ഒരു കെമിക്കൽ ചേഞ്ച് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താ? വൈറ്റ് പൗഡറാണ് നമുക്ക് കിട്ടുന്നത്. അതായത് മെഗ്നീഷ്യവും എയറും ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമുക്കൊരു വൈറ്റ് പൗഡറാണ് കിട്ടുന്നത്. മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന വൈറ്റ് പൗഡർ. അപ്പോൾ അവിടെ എന്താണ്? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ് അല്ലേ? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണോ അല്ല ചേഞ്ച് ഇൻ കളറാണോ? കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അല്ലേ? വൈറ്റ് പൗഡറാണ് നമുക്ക് കിട്ടുന്നത് മെഗ്നീഷ്യം ബേൺ ചെയ്തിട്ടാകുമ്പോൾ. ഇനി പിന്നെ വരുന്ന എക്സ്പെരിമെൻറ്റ് പൊട്ടാസ്യം അയോഡൈഡും ലെഡ് നൈട്രേറ്റും അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? രണ്ടും സൊല്യൂഷനാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഒരു യെല്ലോ കളേർഡ് സോളിഡ് പാർട്ടിക്കിളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ എന്തുണ്ട്? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഉണ്ട് അല്ല? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്തായിട്ടാണ് കിട്ടിയത്? നമുക്ക് സോളിഡ് സ്റ്റേറ്റിലേക്കാണ് കിട്ടിയത്. അപ്പോൾ
തേർഡ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ സിങ്ക് പൗഡറിലേക്ക് ആഡ് ചെയ്യുമ്പം അവിടെ ഒരു ബബിളാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് ബബിൾസ് ഫോം ചെയ്യുന്നത്? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. അവിടെ ആ റിയാക്ഷൻ്റെ സമയത്ത് ഫോം ചെയ്യുന്നത് ഒരു ഗ്യാസാണ്, ഹൈഡ്രജൻ ഗ്യാസാണ്. അതായത് ദർ ഈസ് എ ഇവല്യൂഷൻ ഓഫ് എ ഗ്യാസ്. അതുകൂടാതെ നമ്മൾ ഒരു പോയിൻറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദർ ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദാറ്റ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ദർ ഈസ് എ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ദ ടെസ്റ്റ് ട്യൂബ് ഈസ് ഹോട്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കെമിക്കൽ ചേഞ്ചസ് നടന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് കെമിക്കൽ ഇക്വേഷൻ. When a magnesium ribbon is burnt in oxygen, it gets converted to magnesium oxide. This description of a chemical reaction in a sentence form is quite long. It can be written in a shorter form. The simplest way to do this is to write it in the form of a word equation. A word equation for the above reaction would be magnesium plus oxygen gives magnesium oxide. The substances that undergo chemical change in the reaction, magnesium and oxygen, are the reactants. The new substance, magnesium oxide, formed during the reaction is the product. A word equation shows change of reactant to product through an arrow placed between them. The reactants are written on the left-hand side with a plus sign between them. Similarly, products are written on the right-hand side with a plus sign between them. The arrowhead points towards the product and shows the direction of reaction. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താ? കെമിക്കൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത ആക്ടിവിറ്റി ഓർമ്മയുണ്ടല്ലോ, മെഗ്നീഷ്യം ബേൺ ചെയ്യുന്ന ആക്ടിവിറ്റി. ആ കേസിൽ നമ്മൾ പറഞ്ഞു മെഗ്നീഷ്യം ബേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മെഗ്നീഷ്യം ഈ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ, എന്നിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞു, കിട്ടുന്ന റിസൾട്ട് നമ്മൾ പറഞ്ഞു ഒരു വൈറ്റ് പൗഡറാണ്, അതാണ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇനി ഈ കേസിൽ നമ്മൾ പറയുന്നത് ഈ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ സെൻറ്റൻസ് ആയിട്ട് പറയുന്നതിന് പകരം നമുക്ക് വേർഡ് ഇക്വേഷനായിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ മെഗ്നീഷ്യം റിബൺ റിയാക്റ്റിംഗ് വിത്ത് ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസിങ് മെഗ്നീഷ്യം ഓക്സൈഡ്, അതിന് നമുക്ക് വേർഡ് ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പം മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ, ആരോ മാർക്ക് മെഗ്നീഷ്യം ഓക്സൈഡ്, അതായത് മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് എന്താ? മെഗ്നീഷ്യം ഓക്സൈഡ്. The substance that undergo chemical change in reaction, magnesium and oxygen, അല്ലേ? മെഗ്നീഷ്യവും ഓക്സിജനും ആണ് നമുക്ക് എന്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്, അല്ല? മെഗ്നീഷ്യവും ഓക്സിജനും ആണ് കെമിക്കൽ റിയാക്ഷനിൽ ഉള്ളത്. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സബ്സ്റ്റൻസസിനെ നമ്മൾ എന്ത് വിളിക്കും? റിയാക്റ്റൻസ് എന്ന് വിളിക്കും. REACTANTS. അപ്പോൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സബ്സ്റ്റൻസസ്. ഇനി ദ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ നമ്മൾ എന്ത് പറയും? പ്രോഡക്റ്റ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്ന് റിയാക്റ്റൻസ്, അല്ല ഒന്ന് പോരാ, കൂടുതൽ റിയാക്റ്റൻസ്, പിന്നെ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റും റിയാക്റ്റൻസും എന്താണെന്ന് മനസ്സിലായല്ലോ. ദ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സബ്സ്റ്റൻസസിനെ നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ട്, അതിപ്പോൾ വൈറ്റ് പൗഡറാണോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസാണോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെന്താണ്? പ്രോഡക്റ്റാണ്. ഓക്കെ. A word equation shows change of reactant to product through an arrow placed between them. അല്ലേ, നമ്മളിപ്പോൾ എഴുതിയ വേർഡ് ഇക്വേഷൻ്റെ അകത്ത് ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്. അതായത് റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഇടയിലാണ് ആരോ മാർക്ക് കാണുന്നത്.
The reactants are written on the left hand side with a plus sign between them. റിയാക്റ്റൻസ് നമുക്കറിയാം, ഈ കേസിൽ മെഗ്നീഷ്യവും ഓക്സിജനുമാണ് റിയാക്റ്റൻസ്. അതെന്താണ്, ലെഫ്റ്റ് സൈഡിലാണ് എഴുതിയിട്ടുള്ളത്, ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് അതെന്താണ്, മെഗ്നീഷ്യം ഓക്സൈഡ്. അത് ഏത് സൈഡിലാണ് എഴുതിയിട്ടുള്ളത്, റൈറ്റ് ഹാൻഡ് സൈഡ്, RHSലും മറ്റേത് LHSലുമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോഴും പ്രോഡക്റ്റിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് മെഗ്നീഷ്യം ഓക്സൈഡ് മാത്രമായതുകൊണ്ടാണ് നമ്മളിപ്പം പ്രോഡക്റ്റിൻ്റെ അകത്ത് മെഗ്നീഷ്യം ഓക്സൈഡ് മാത്രം കാണുന്നത്. ഇനി അതിൻ്റെ കൂടാതെ വേറെ എന്തെങ്കിലും ഒരു ഗ്യാസും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യും, RHS റൈറ്റ് ഹാൻഡ് സൈഡിലും എന്തുണ്ടാവും, ഒരു പ്ലസ് സൈന് വരും. The arrowhead point towards the product and shows the direction of the reaction. അതായത് ഈ ആരോ എങ്ങോട്ടേക്കാണ് ഇപ്പം മാർക്ക് ചെയ്തിട്ടുള്ളത്, പ്രോഡക്റ്റ് വരുന്ന ഭാഗത്തേക്കാണ് ആരോ മാർക്ക് ഉള്ളത് അല്ലേ. അപ്പോൾ എന്താണ്, പ്രോഡക്റ്റിൻ്റെ ഭാഗത്തേക്കായിരിക്കും ആരോ മാർക്ക് പോയിൻ്റ് ചെയ്യുക. അതെന്താണ് കാണിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ ആണ് കാണിക്കുന്നത്. അതായത് ഈ നമ്മുടെ മെഗ്നീഷ്യവും ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടി, മെഗ്നീഷ്യം ഓക്സൈഡ്. അതായത് എങ്ങോട്ടേക്കാണ് ആരോ മാർക്ക്, മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ അടുത്തേക്കാണ് ആരോ മാർക്ക്. സോ നമ്മുടെ അടുത്ത ടോപ്പിക് റൈറ്റിംഗ് എ കെമിക്കൽ ഇക്വേഷൻ. ഈസ് ദർ എനി അതർ ഷോർട്ടർ വേ ഫോർ റെപ്രസെൻറ്റിംഗ് കെമിക്കൽ ഇക്വേഷൻ? Chemical equations can be made concise and useful if we use chemical formula instead of words. A chemical equation represents a chemical reaction. If you recall formula of magnesium, oxygen and magnesium oxide, the above word equation can be written as Mg plus O2 gives MgO. Count and compare the number of atoms of each element on LHS and RHS of the arrow. Is the number of atoms of each element the same on both the sides? If not, then the equation is unbalanced because the mass is not the same on both sides of the equation. Such a chemical equation is a skeletal chemical equation for a reaction. Equation Mg plus O2 gives MgO is a skeletal chemical equation for the burning of magnesium. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തു കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ്, വേർഡ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ വേർഡ് ഇക്വേഷന് പകരം അതിൻ്റെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മെഗ്നീഷ്യത്തിൻ്റെ സിമ്പിൾ എന്താ, Mg, ഓക്സിജൻ്റെത് O2, അതേപോലെ മെഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് MgO എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ വേർഡ് ഇക്വേഷൻ നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, Mg plus O2 gives MgO. ഇനി കമ്പയർ ചെയ്യാം രണ്ട് സൈഡും. LHSൽ Mg plus O2 ആണുള്ളത്, RHSൽ MgO ആണുള്ളത്. അപ്പോൾ LHSൽ Mg plus O2ൽ രണ്ട് റിയാക്റ്റൻസ് ആണ്, അതുപോലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് MgO ആണ്. അതിൽ LHSൽ നോക്കുക, Mg എത്ര എണ്ണം ഉണ്ട്, ഒരാറ്റം. ഓക്സിജൻ O2 എത്ര എണ്ണം ഉണ്ട്, രണ്ട് ആറ്റം. അതേപോലെ നമ്മൾ RHSലേക്ക് വരുമ്പോൾ MgO, അതിൽ ഒരു Mg ആറ്റവും ഒരു O ആറ്റവും മാത്രമേ ഉള്ളൂ. സോ എന്ത് പറയാം, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അൺബാലൻസ്ഡ് ഇക്വേഷനെ നമ്മൾ എന്താണ് വിളിക്കുക എന്ന് വെച്ചാൽ സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഈ കേസിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബേണിംഗ് ഓഫ് മെഗ്നീഷ്യത്തിൻ്റെതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് Mg plus O2 gives MgO എന്ന് പറയുന്നത് സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം ഇൻ ദി എയർ ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. കെമിക്കൽ റിയാക്ഷൻ്റെ 3 ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് കൺസിഡർ ചെയ്തു. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത് എന്നുള്ളത്. ഇനി കെമിക്കൽ ഇക്വേഷൻസ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത് സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷനാണ്. ഇനി ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി സെക്കൻഡ് പാർട്ടിൽ വരും. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.